അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്ക് സുഖമാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അങ്ങനെ ഞാനും നാത്തൂനും കൂടെ ഒരു നോമ്പ് തുറപ്പിനുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് കുളമടോട്ട് പോവേണ്. മക്കൾ എന്നും പറയും അമ്മ ജ്യൂസ് വേണം, അത് കാര്യങ്ങളൊക്കെ. അപ്പോൾ നാത്തൂൻ സ്കൂട്ടി ഓടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര അടുത്തല്ല, കുറച്ചകലെ. അങ്ങനെ സ്കൂട്ടിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ നാത്തൂനും എനിക്കും ഉമ്മക്ക് മാത്രമേ വീട്ടിൽ നോമ്പുള്ളൂ. അപ്പോൾ ഇന്നാ മോളെയും കൂടെ നമ്മൾ കൊണ്ടുപോവുകയാണ്. നമുക്കിവിടെ ചെറിയ ഇടത്തരം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്, കുളമട. അവിടെ നിന്നാണ് നമ്മളെല്ലാം മേടിക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ പിന്നെ ചില്ലറ കടയിൽ കയറണം, അത് ഇത് എല്ലാം കൂടെ. അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ മോളെ മാത്രമേ നമ്മൾ കൊണ്ടുപോയുള്ളൂ. മസ്റൂറായെയും മുത്തൂനെയും മിച്ചൂനെയും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അതാണ് ഷോപ്പ്. നാത്തൂന് പാർക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഈ റോഡ് ചെന്ന് ഇറങ്ങുന്നത് പാരിപ്പള്ളിയിലാണ് കേട്ടോ. മോള് തുറന്ന് കയറി. ഇപ്പോൾ പുറത്ത് ചൂടും ഇതിനകത്ത് AC-യുമാണ് കേട്ടോ. അപ്പോൾ മോള് പറയണം മാമിയെ ഇതിനകത്ത് തന്നെ നിൽക്കുകയെന്ന്, നല്ല തണുപ്പുണ്ട് എന്ന്. അപ്പോൾ ഫ്രൂട്ട്സ് ആ സെക്ഷനിലൊക്കെ നമ്മൾ കയറി. പക്ഷേ ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. നമ്മൾ വാങ്ങിയത് പാല്, ജ്യൂസിൻ്റെ സാധനങ്ങൾ, കുട്ടികൾക്ക് മിഠായി, പിന്നെ കഴുകണ സോപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചത്. അപ്പം മിൻഹാമോളുടെ അടുത്ത് ഞാൻ ചോദിക്കണേ ഏത് ജ്യൂസ് വേണം. അപ്പോൾ പറഞ്ഞ് വേണ്ടാന്ന്, ഒക്കെ മിഠായി മതി എന്ന് പറഞ്ഞ്. കുബൂസ്, ഷവർമ, അങ്ങനെയൊക്കെ എല്ലാ റോള്, ഷവർമ അതെല്ലാം ഉണ്ട്. പക്ഷെ അത് ഫ്രഷ് അല്ല കേട്ടോ, അന്നുണ്ടാക്കുന്ന സാധനങ്ങളൊന്നുമല്ല. പിന്നെ ഇതിപ്പോൾ ഓട്സിൻ്റെ സെക്ഷനാണ്. ജ്യൂസ് അവിടെ നിന്നാണ് നാത്തൂൻ മേടിക്കുന്നത്. അതാണ് എൻ്റെ നാത്തൂൻ. എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട്. നമുക്ക് പൈസയ്ക്ക് പിടിപ്പതെല്ലാം മേടിക്കാം. തേയില നമ്മൾ RCMൻ്റെ തേയിലയാണ് ഉപയോഗിക്കുന്നത്, ഇതല്ല. ഇവിടെ വന്നിട്ടാണ് എല്ലാവരും സാധനങ്ങളൊക്കെ മേടിക്കുന്നത്, ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്നവൾ പറഞ്ഞ് വാ മാമി നമുക്ക് മിഠായിയുടെ സെക്ഷനിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെയും കൊണ്ട് മിഠായിയുടെ അടുത്തോട്ട് പോവേണ്. ഞാൻ പറഞ്ഞ് ഇഷ്ടമുള്ളത് എടുത്തോ, കളറുള്ളതൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് അത് മതി എന്ന് പറഞ്ഞു. പിന്നെ ചെറുത് നോക്കാം, ചെറുതുണ്ടെങ്കിൽ ഒരെണ്ണം 20 രൂപയാണ്. അങ്ങനെ നമ്മൾ 4 എണ്ണം മേടിച്ചു. ഞാൻ പറഞ്ഞ് കളറുള്ളത് മേടിക്കേണ്ട, വെള്ള കളറിലെ മേടിച്ചാൽ മതി മക്കളെ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വെച്ചാൽ ആ കളർ മതിയാ മാമി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അത് കളറുണ്ട്, വേണ്ട, വെള്ള എടുക്കാൻ പറഞ്ഞു. പിന്നെ വേറെ മിഠായികളൊക്കെ സ്നിക്കേഴ്സിൻ്റെയൊക്കെ ഉണ്ട്, അതൊന്നും ഇന്ന നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞ സ്നിക്കേഴ്സ് എടുക്ക്, അത് വേണ്ട, പച്ച കളറിൽ അതൊക്കെ എടുക്കുക ഏതെങ്കിലും, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. 4 ഫ്ലേവറിലെ സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് വെള്ള കളറ്, പച്ച കളറ്, അങ്ങനെ മസ്റൂറാക്ക്, ഇന്നാക്ക്, അങ്ങനെ 4 എണ്ണം എടുത്ത്. പിന്നെ നമ്മൾ പറഞ്ഞ് ഫാൻസിയിലോട്ട് കയറി. വളയും മാലയും ഇതൊക്കെ നമ്മൾ നോക്കി. പിന്നെ നമുക്കൊരു വള ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അതേപോലത്തെ വളയുണ്ട്. ഇപ്പോൾ പ്രമോഷൻ വർക്കിനൊക്കെ ചെയ്തപ്പോഴേ ഒരുപാട് വളയൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ അത് വേണ്ട, ഇനി ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് പെരുന്നാളിന് മേടിക്കാം ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ്. വളയൊക്കെ നല്ലത്. ഫാൻസി നല്ല റേറ്റാണ് കേട്ടോ. നല്ല ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടോ. അത് 110 210 രൂപയും കണ്ടാണ് അത്. ഞാൻ പറഞ്ഞു ഒരെണ്ണം 2 മേടിക്കുക, ഉപ്പൊക്കെ ഇട്ട് വയ്ക്കാനേ. എൻ്റെ അടുത്ത് വെച്ച് വള എടുക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, ഇനി പെരുന്നാളിന് എടുക്കാം. വള ഇതിപ്പോൾ സ്കൂളിൽ ഇഷ്ടം പോലെ വളയും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ ചോക്ലേറ്റ്, മിഠായി സെക്ഷനൊക്കെ. പിന്നെ വൈൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ 200 സംതിങ് രൂപയാണ് വൈന്.
ടോയ്സിൻ്റെ സെക്ഷൻ. എനിക്ക് കഴിവണ സോപ്പൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെയാണ് ടോയ്സിൻ്റെ സെക്ഷനിലോട്ട് കയറിയത്. ഇതൊക്കെ നമ്മൾ വാങ്ങി സോപ്പും കാര്യങ്ങളെല്ലാം മേടിച്ചപ്പോൾ നാത്തൂൻ പറഞ്ഞ് താത്ത വാ നമുക്ക് പോവാം. എന്നെ താത്താന്നാണ് നാത്തൂൻ വിളിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഓഫർ റേറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ പിന്നെ കഴിവണ സോപ്പ് എടുത്തിട്ട് ഞാൻ അപ്പോഴേ പോയി. മിന്നാമോൾ അപ്പോഴേ എൻ്റെ അടുത്ത് വന്ന്. അവിടെയാണ് ജ്യൂസ് സെക്ഷൻ. വൈൻ ഇരിപ്പുണ്ട് താഴെ. 200 സംതിങ് ആണ്. പിന്നെ നമ്മൾ നോട്ട്ബുക്കിൻ്റെ സെക്ഷനൊക്കെ നോക്കി. ഉണ്ടാ 200 സംതിങ് ആണ് വൈന്, മുന്തിരി വൈന്. നാത്തൂൻ വന്നിട്ട് എടുത്ത് നോക്കുക. 200 സംതിങ്. നോക്കിയിട്ടങ്ങ് വെച്ച് വൈനെന്ന് പറഞ്ഞപ്പോഴേ. പിന്നെ നമ്മൾ ബുക്കിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ ഇനി നമുക്ക് അവിടെ കളർ വേണം. കളറൊക്കെ ഇനിയിപ്പോൾ സ്കൂൾ അടവായില്ലേ, ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ സ്കൂൾ ഉറപ്പിന് മേടിക്കാമെന്നൊക്കെ പറഞ്ഞു. ഒരു കളറുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ അടിയും കാര്യങ്ങളുമാണ്. മസ്റുമോള് കുഴപ്പമില്ല, എൻ്റെ അടുത്ത് വെച്ച് എടുക്കട്ടെ അന്നിനെ എടുത്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ സ്കൂൾ ഇവിടെ ഇഷ്ടം പോലെ കളറുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അന്ന് ഹദിയ കിട്ടിയാലും കളറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട. ഇനി ബുക്കിൻ്റെ സെക്ഷനൊക്കെ നോക്കി അത്യാവശ്യം റേറ്റുള്ള ബുക്കുകൾ തന്നെ 32 തൊട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാനും ഇന്നായി ഇറങ്ങി.